മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരണപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ വിയറ്റ്നാം യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടി ചോദ്യം ചെയ്ത് പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി രംഗത്ത്. പുതുവത്സര ആഘോഷത്തിനായി രാഹുൽ ഗാന്ധി ഈ സമയം വിയറ്റ്നാമിലേക്ക് പറന്നതിനെ ഒരു പൗര എന്ന നിലയിൽ ചോദ്യം ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. രാജ്യത്തെ ഒരു സാധാരണ പൗര എന്ന നിലയിൽ സ്വന്തം പാർട്ടിയുടെ ശക്തനായ ഒരു പ്രധാനമന്ത്രിയുടെ മരണത്തിൽ രാജ്യം വിലപിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പരിപാടിക്കായി ഇറങ്ങേണ്ടി വന്നതെന്ന് രാഹുൽ ഗാന്ധിയോട് തീർച്ചയായും ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതുവത്സരം ആഘോഷിക്കാനല്ലേ വിദേശയാത്ര? എന്തുകൊണ്ട് നിങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല? ആകാശം ഇടിഞ്ഞു വീഴുമായിരുന്നോ എന്നാണ് അവർ ചോദിച്ചത്. രാഹുൽ ഗാന്ധിയുടെ യാത്രാ വിവാദത്തിൽ നേരത്തെ ബി.ജെ.പിയും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച ബി.ജെ.പി രാഹുലിന് പക്വതയില്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പിന്നാലെ ഇരു പാർട്ടികളും തമ്മിൽ പരസ്പരം വാക്പോരിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പ്രണബ് മുഖർജിയുടെ മകൾ വിഷയം ചർച്ചയാക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നതിന് പിറ്റേന്ന് അദ്ദേഹത്തിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആരുമുണ്ടായിരുന്നില്ലെന്ന് വാർത്തകളിലൂടെയാണ് താൻ അറിഞ്ഞതെന്നും അവർ എടുത്തു പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിയുടെ കുടുംബത്തിന് ഒപ്പം പാർട്ടി ശക്തമായി നിൽക്കേണ്ട സമയമാണിത്. അച്ഛൻ മരിച്ചപ്പോൾ പാർട്ടി നേതാക്കൾ വ്യക്തിപരമായി അനുശോചനം രേഖപ്പെടുത്തി. കോവിഡ് പകർച്ചവ്യാധിയുടെ കാലമായതിനാൽ പിന്നീട് ആരും വന്നില്ല എന്നത് ന്യായീകരിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലെന്നാണ് ശർമിഷ്ഠ പറയുന്നത്. നേരത്തെ ബി.ജെ.പി ഐ.ടി സെൽ മേധാവി അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയെക്കുറിച്ചുള്ള വിവാദം തുടങ്ങിയത്. കോൺഗ്രസുകാർ സിഖുകാരെ വെറുക്കുന്നുവെന്നും അമിത് മാളവ്യ അന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് ഈ ആരോപണങ്ങൾ എല്ലാം തള്ളിയിരുന്നു. നേരത്തെയും ശർമിഷ്ഠ മുഖർജി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു. തന്റെ പിതാവ് മരിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വിളിച്ചുകൂട്ടാൻ ആരുമുണ്ടായില്ല എന്നാണ് അവർ ആരോപിച്ചത്. 4 പ്രസിഡന്റുമാർ മരിച്ചപ്പോൾ അത്തരം നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ ഈ വിമർശനം. മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാജ്യമെങ്ങും ദുഃഖാചരണം നടക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് ബി.ജെ.പി നേതാക്കൾ രംഗത്ത് വന്നതോടെയാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. എന്നാൽ ഇതിന് മറുപടിയായി കോൺഗ്രസും രംഗത്ത് വരികയായിരുന്നു. മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ കേന്ദ്രം കൈകാര്യം ചെയ്ത രീതിയിലെ പിഴവുകൾ മറയ്ക്കാനാണ് ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നതെന്നാണ് കോൺഗ്രസ് തിരിച്ചടിച്ചത്. ബി.ജെ.പി ഐ.ടി സെൽ മേധാവി അമിത് മാളവിയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പുതുവർഷത്തെ വരവേൽക്കാൻ വിയറ്റ്നാമിലേക്ക് പറന്നുവെന്നായിരുന്നു മാളവ്യ പറഞ്ഞത്. എക്സ് പോസ്റ്റിലൂടെയായിരുന്നു മാളവ്യ ഇത്തരം വിമർശനം നടത്തിയത്. ഒരു പടി കൂടി കടന്ന് കോൺഗ്രസിന്റെ സിഖ് വിരോധം കൂടി അമിത് മാളവ്യ എടുത്തു പറയുകയുണ്ടായി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനം. ഗാന്ധിമാരും കോൺഗ്രസും സിഖുകാരെ വെറുക്കുന്നു. ഇന്ദിരാഗാന്ധി ദർബാർ സാഹിബിനെ അവഹേളിച്ച കാര്യം ഒരിക്കലും മറക്കരുത് എന്നാണ് മാളവ്യ പറഞ്ഞത്. ബി.ജെ.പി ശ്രദ്ധ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മാണിക്യം ഠാക്കൂറും തിരിച്ചടിച്ചു. എപ്പോഴാണ് സംഘികൾ ഈ വ്യതിചലന രാഷ്ട്രീയം അവസാനിപ്പിക്കുക? യമുന തീരത്ത് ഡോക്ടർ സാഹിബിന് ശവസംസ്കാരത്തിന് സ്ഥലം നിഷേധിച്ച രീതിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാർ ഡോക്ടർ സാഹിബിന്റെ കുടുംബത്തെ മൂലക്കിരുത്തിയതും ലജ്ജാകരമാണെന്ന് മാണിക്യം ഠാക്കൂർ ആഞ്ഞടിച്ചിരുന്നു. മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ചടങ്ങിൽ ഗാന്ധി കുടുംബം പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ബി.ജെ.പി ചോദിക്കുകയുണ്ടായി. എന്നാൽ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന്റെ സ്വകാര്യതയെ തങ്ങൾ മാനിക്കുന്നുവെന്നായിരുന്നു കോൺഗ്രസ് ഇതിനു നൽകിയ മറുപടി. ഇതിന്റെ തുടർച്ചയായാണ് ബി.ജെ.പി വിയറ്റ്നാം യാത്രയുടെ പേരിൽ രാഹുലിനെയും കോൺഗ്രസിനെയും ഇപ്പോഴും കടന്നാക്രമിക്കുന്നത്.